സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ബിർകാസിൽ എന്ന് പറയുന്ന കൗണ്ടി ഒഫലിയിലുള്ള ഒരു കാസിലാണ്. അയർലൻഡിലെ ആളുകൾ കാസിലൊക്കെ വളരെ ഭംഗിയായിട്ട്, പഴയ കാസിലുകൾ ഭംഗിയായിട്ട് സൂക്ഷിച്ചു പോരുന്നുണ്ട്. ബിർകാസിൽ 17-ാം നൂറ്റാണ്ടിലുണ്ടായെന്നാണെന്നാണ് ഞാൻ കേട്ടത്. സമ്മറിൽ 9 മണി തൊട്ട് 6 മണി വരെയും വിൻ്ററിൽ 10 മണി തൊട്ട് 4 മണി വരെയും ഇവർ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് മനോഹരമായിട്ടുള്ള പുഴയും ഒരുപാട് മനോഹരമായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന കുറേ സ്ഥലങ്ങളാണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതൊരു വളരെ നല്ലതായിട്ടുള്ള രസമാണ്. 1620 ഫസ്റ്റ് കാസിലാണ്. നോർമൻ കാസിൽ എന്ന് പറയുന്ന ആളാണ് ഇത് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. പിന്നെ അവിടെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള പഴയ കെട്ടിടങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഒരു വ്യൂ പോയിൻ്റ് കാണുന്നുണ്ട്. അത് വളരെ പണ്ട് കാലത്തുള്ള ഗ്രേറ്റ് ടെലസ്കോപ്പാണ്. തേർഡ് ഏർലിയിൽ 1845 ഉണ്ടാക്കിയ ഒരു ടെലസ്കോപ്പ്. അത് വളരെ നാൾ ഉപയോഗിച്ചു, 70 വർഷത്തോളം അവർ ഉപയോഗിച്ച് വന്നിരുന്നു. പിന്നെ അരുവിയുണ്ട്, അവിടെ നല്ല സസ്പെൻഷൻ ഒരു ബ്രിഡ്ജുണ്ട്. അത് ഇവിടെ കാണുന്നുണ്ട്. 1820 ഉണ്ടാക്കിയ ഒരു ബ്രിഡ്ജാണ് അത്. അവിടെ തന്നെ അവരുടെ തന്നെ വർക്ക്ഷോപ്പിൽ ഉണ്ടാക്കിയെടുത്താണ്. ഇതാണ് കാസിൽ. ഇപ്പോൾ അവിടെ പ്രവേശനമില്ല. പിന്നെ അത് അവർ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെന്നാണ് കേട്ടത്. അപ്പം ഇങ്ങനെ നല്ല നടക്കാനായിട്ട് 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള, നല്ല സമയം എടുത്ത് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടേക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, നമ്മുടെ സ്നാക്സൊക്കെ കൊണ്ട് കഴിക്കാനൊക്കെ ഉണ്ട്. അവിടെ ഈ ബ്രിഡ്ജ് നല്ലോണം, അയൺ ബ്രിഡ്ജ്, സസ്പെൻഷൻ ബ്രിഡ്ജ് നല്ലോണം കാണുന്നുണ്ട്. പിന്നെ അതിനടുത്തൊരു ഒരു അരുവിയുണ്ട്. ആ അരുവിയുടെ അടുത്ത് മനോഹരമായിട്ടുള്ള പൂന്തോട്ടവും അവിടെ ഇരിക്കാനുള്ള ബെഞ്ചുകളും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് കുറേ അരയന്നങ്ങളും കുറേ ജീവികളെയൊക്കെ നമുക്ക് പക്ഷികളെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ജെയിൻസ് ഗ്രോവ് ഉണ്ട്. ഒരു നല്ല ലേക്കാണ്. 19-ാം സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയൊരു നല്ലൊരു ലേക്കാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ, മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അയർലൻഡിലുള്ളവർക്കും വരുന്നവർക്കും ഈസ്റ്റേൺ യൂറോപ്പ് സന്ദർശിക്കുന്നവർക്കും ഒക്കെ വന്നിട്ട് അയർലൻഡിൽ വന്ന് പോകാനായിട്ട് സമ്മർ സമയത്ത് നല്ലതാണ്. സ്പ്രിംഗ് മുതൽ ഒരു ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ അയർലൻഡ് വിസിറ്റ് ചെയ്യാനായിട്ട് നല്ലതാണ്. UK വിസ ഉള്ളവർക്ക് പ്രത്യേക വിസ വേണ്ട അയർലൻഡിൽ വരാനായിട്ട്. അതുപോലെ തന്നെ ഈസ്റ്റേൺ യൂറോപ്പ് വരുന്നവർക്ക് ഈസിയാണ് വിസ എടുത്ത് ഒരുമിച്ച് വരാനായിട്ട്. നിങ്ങളൊക്കെ ഈ മനോഹരമായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള അയർലൻഡിനെയൊക്കെ ഒന്ന് കാണാനായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് നല്ലതാണ്. കാസിൽ വീണ്ടും കാണുന്നുണ്ട്. നല്ല ഒരു പുഴ, നല്ല ഒരു അരുവി, അത് വളരെ മനോഹരമായിട്ടാണ് അവർ കീപ്പ് ചെയ്തേക്കുന്നത്. സ്വച്ഛസുന്ദരമായിട്ടൊഴുകുന്ന സുന്ദരിയായിട്ടുള്ളൊരു അരുവി നമുക്ക് കാണാം. ഒരുപാട് സംഗതികളുണ്ട് അവിടെ കാണാനായിട്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു മെഡോ ഉണ്ട്, വൈറ്റ് ഫ്ലവറിലുള്ള ഒരു മെഡോ ഉണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ കാണാനായിട്ടും സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള തെളിഞ്ഞ നീരുറവയൊക്കെയുള്ള നല്ല ഒരു മനസ്സിനെ കുളിർപ്പിക്കുന്ന തരത്തിലുള്ള മരങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള തനതായിട്ടുള്ള രീതിയിൽ തന്നെ അതിനെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. പക്ഷിലതാദികൾ ഇങ്ങനെ സ്വച്ഛന്തം വിഹരിക്കുന്ന നല്ല രസമുള്ളൊരു സ്ഥലം, നല്ലൊരു പോസിറ്റീവ് വൈബുള്ളൊരു സ്ഥലമാണിത്. കാസിലിൻ്റെ വീണ്ടും കാണുന്നുണ്ട്. സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ അവിടെയാണിത്. പിന്നെ അവരൊരു ഇത് കാണിക്കുന്നുണ്ട്, ഐസ് ഹൗസ്. പണ്ടുള്ള കാലത്ത് ഭക്ഷണങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐസ് ഹൗസാണ്. ഇപ്പം നമുക്കൊക്കെ റെഫ്രിജറേറ്ററൊക്കെ വന്നതോടെ അതിൻ്റെ ആവശ്യമില്ലാതായി. പുരാതന കാലത്ത് ഇങ്ങനെ ഐസ് ഹൗസിലായിരുന്നു സൂക്ഷിച്ചിരുന്നതെന്നാണ് കേട്ടത്. പിന്നെ വീണ്ടും നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതോടൊപ്പം നമ്മുടെ